ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ തിരുക്കുടുംബം പെസഹാ തിരുനാളിന് ജെറുസലമിൽ തിരുനാൾ ആഘോഷത്തിനായി പോകുന്ന സംഭവം നമ്മൾ വായിക്കുന്നു. അവിടെ വെച്ച് ബാലനായ ഈശോ, 12 വയസ്സുള്ള ബാലനായ ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്നതും 3-ാം ദിവസം തിരിച്ചു കിട്ടുന്നതുമായ സംഭവമാണ് നമ്മൾ ധ്യാന വിഷയമാക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്തിൻ്റെ വളരെ വളരെ സവിശേഷതയുള്ള 3 കാര്യങ്ങൾ, 3 പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, ഈ തിരുവചന ഭാഗത്തിൻ്റെ വലിയ ഒരു സവിശേഷത, മനുഷ്യാവതാരം ചെയ്ത ഈശോ അല്ലെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത വചനമായ പുത്രൻ തമ്പുരാൻ ആദ്യമായി ഒരു വാക്ക് പറയുന്നത് അല്ലെങ്കിൽ ആദ്യമായി സംസാരിച്ച കാര്യം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്താണ്. മഞ്ഞിൽ അവതരിച്ച ക്രിസ്തുനാഥൻ, ഈ ഭൂമിയിൽ പിറന്ന ദൈവപുത്രൻ, വചനമാകുന്ന ദൈവപുത്രൻ ആദ്യമായൊരു കാര്യം പറഞ്ഞതായി അല്ലെങ്കിൽ ഈശോ പറഞ്ഞ ഒരു കാര്യം ആദ്യമായി എഴുതി വയ്ക്കുന്നതായി നമ്മൾ കാണുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്താണ്. ഇതിനു മുമ്പ് ഈശോ ഒന്നും സംസാരിച്ചിട്ടില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, മറിച്ച് സുവിശേഷത്തിൽ ആദ്യമായി ആ കാര്യം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ്. അതാണ് ഒന്നാമത്തെ ഒരു സവിശേഷത. രണ്ടാമത്തെ ഒരു പ്രത്യേകത, തൻ്റെ ദൈവികതയെക്കുറിച്ച് വ്യക്തമായ ധാരണ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൻ്റെ ദൈവികതയെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായി, നീണ്ട 30 വർഷത്തെ ഈശോയുടെ അജ്ഞാതവാസം അല്ലെങ്കിൽ രഹസ്യ ജീവിതം, ഈ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായ വിധത്തിൽ അറിവ് നമുക്ക് ലഭിക്കുന്ന തിരുവചന ഭാഗം കൂടെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം. 30 വർഷത്തെ രഹസ്യ ജീവിതത്തെ പറ്റി കാര്യമായ വിവരണങ്ങളൊന്നും വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. എന്നാൽ ഈശോയുടെ ശൈശവകാല വിവരണത്തിന് ശേഷം പിന്നീട് നമ്മൾ ഈശോയുടെ 12-ാം വയസ്സ് വരെ കാര്യമായ വിവരണങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടില്ല. ഇത് 12-ാം വയസ്സിൽ സംഭവിച്ച ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നു. തുടർന്ന് അങ്ങോട്ട് 30 വയസ്സ് വരെയുള്ള കാലഘട്ടം അജ്ഞാതവാസമായി അല്ലെങ്കിൽ രഹസ്യ ജീവിതമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതാ ആ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിനിടയിൽ സംഭവിച്ച ഒരു കാര്യം ഈ വചനഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ഇത് 3-മാണ് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള തിരുവാക്യങ്ങളുടെ വലിയ 3 പ്രത്യേകതകൾ. ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ ആദ്യമായൊരു കാര്യം സംസാരിക്കുന്നതായി വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നത് ഈ തിരുവചന ഭാഗത്താണ്. രണ്ടാമത്തെ പ്രത്യേകത, തൻ്റെ ദൈവികതയെക്കുറിച്ച് നന്നേ ചെറുപ്പത്തിൽ തന്നെ 12-ാം വയസ്സിൽ തന്നെ വ്യക്തമായൊരു ധാരണ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് നമുക്ക് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായി, 30 വയസ്സ് വരെയുള്ള അജ്ഞാതവാസം അല്ലെങ്കിൽ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു കാര്യം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന, ഒരു സംഭവം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നതും ഈ തിരുവചന ഭാഗത്താണ്. ഇങ്ങനെ പ്രധാനപ്പെട്ടൊരു 3 സവിശേഷതകൾ ഈ തിരുവചന ഭാഗത്തിൽ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിലായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? തിരുക്കുടുംബം തിരുനാൾ ആഘോഷിക്കാൻ ജെറുസലേം ദേവാലയത്തിൽ എത്തിച്ചേരുന്ന പശ്ചാത്തലമാണ് ഈ സംഭവത്തിന് ആധാരമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ജെറുസലേം ദേവാലയത്തിലേക്ക് തിരുക്കുടുംബം നടത്തുന്ന തീർത്ഥാടനം. പ്രിയപ്പെട്ടവരെ, ജെറുസലേം ദേവാലയം ആ ദേവാലയം പണിതീർക്കപ്പെടുന്നത് ദാവീദ് രാജാവിൻ്റെ കാലത്താണ്. അല്ലെങ്കിൽ ജെറുസലേമിനെ ആരാധനയുടെ കേന്ദ്രമായി മാറ്റപ്പെടുന്നത്
അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഉയർത്തേണ്ട, ബലികൾ സമർപ്പിക്കേണ്ട, ആഘോഷങ്ങൾ നടത്തേണ്ട ഒരു കേന്ദ്രമായി മാറ്റപ്പെടുന്നത് ദാവീദ് മഹാരാജാവിൻ്റെ കാലത്താണ്. ദാവീദ് മഹാരാജാവ് BC 1000 ആണ്ടിൽ ജീവിച്ചിരുന്ന ദാവീദ് മഹാരാജാവിന് ദേവാലയം പണിയാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല എങ്കിലും, ജെറുസലത്തൊരു ദേവാലയം നിർമ്മിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല എങ്കിലും, ജെറുസലം എന്ന നാടിനെ ആരാധനയുടെ കേന്ദ്രമാക്കിയും ആചാരാനുഷ്ഠാനങ്ങളുടെ കേന്ദ്രമാക്കിയും ആഘോഷങ്ങളുടെ കേന്ദ്രമാക്കിയും ഒക്കെ മാറ്റുന്നതിൻ്റെ തുടക്കം ദാവീദ് രാജാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തുടർന്ന് വന്ന സോളമൻ രാജാവാണ് അവിടെ ദേവാലയം പണിയുന്നതും ആഘോഷങ്ങളുടെ കേന്ദ്രമാക്കി അതിനെ കൂടുതൽ ശക്തിയോടെ ഉയർത്തുന്നതായും നമ്മൾ കാണുക. ഏതായാലും നാളുകൾ പലത് കഴിഞ്ഞു പോയപ്പോൾ ഇസ്രായേൽ രാജ്യം ഇതാ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. ഇങ്ങനെ വിഭജിക്കപ്പെട്ട സമയത്ത് വടക്കൻ പ്രവിശ്യയിലെ വടക്കൻ പ്രവിശ്യയായ ഇസ്രായേലിൻ്റെ തീർത്ഥാടകർ അവരുടെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലമിലേക്ക് എതിർവശത്തേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടി വടക്കൻ പ്രവിശ്യയുടെ അധിപനായിരുന്ന ജെറോബാവാം അവിടെ ബഥേലിലും ദാനിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ച് അവിടം ആരാധനയ്ക്കായിട്ട് വെക്കുകയാണ്. അങ്ങനെ രാജ്യം രണ്ടാക്കപ്പെട്ട സമയത്ത്, ഇസ്രായേൽ വിഭജിച്ച് 2 ഭാഗമാക്കി മാറ്റപ്പെട്ട സമയത്ത് വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ തങ്ങൾ പണ്ട് ആരാധിച്ചിരുന്ന ജെറൂസലമിലേക്കും അവിടുത്തെ ദേവാലയത്തിലേക്കും വരുന്നത് തടയുന്നതിന് വേണ്ടി വടക്ക് ഭാഗത്തുണ്ടായിരുന്ന ജെറോബാവാം എന്ന രാജാവ്, ആ ദേശത്തിൻ്റെ അധിപതി, ഇതാ ജെറൂസലമിലേക്ക് പോകാതിരിക്കാൻ അവരുടെ നാട്ടിൽ ദാനിലും അതുപോലെ ബഥേലിലും ആരാധനാലയങ്ങൾ, പ്രാർത്ഥനാ കൂടാരങ്ങൾ പണിത് അവിടെ ആരാധനയ്ക്കായി ജനം പോകുന്നതിനായി നിർബന്ധിക്കുകയാണ്. എന്നാൽ ഹെസക്കിയായുടെയും ജോസിയായുടെയും ഒക്കെ കാലഘട്ടത്തിൽ ഈ ആരാധനാലയങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒത്തിരി നടന്നു. അതിൻ്റെ കാരണം അവിടെ ബാൽദേവൻ്റെ ആരാധനാലയങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കാളും വളരെ മോശമായ രീതിയിലുള്ള വിഗ്രഹാരാധനകളും മറ്റും നടക്കുന്നതിനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ബഥേലിലും ഒപ്പം ദാനിലുമൊക്കെ സ്ഥാപിച്ചിരുന്ന ജെറോബാവാം പണി കഴിപ്പിച്ചിരുന്ന ദേവാലയങ്ങൾ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ബലിപീഠങ്ങൾ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കുറേയൊക്കെ നടക്കുകയുണ്ടായി. ഏതായാലും യഹൂദരുടെ നിയമം അനുസരിച്ച് ഏതൊരു യഹൂദനും നിർബന്ധമായും വർഷത്തിൽ ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ജെറൂസലേം ദേവാലയത്തിൽ പോകണമായിരുന്നു. പ്രധാനമായും 3 തിരുനാൾ ആഘോഷങ്ങൾ. ഒന്നാമത്തേത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ആ തിരുനാളാണ് പെസഹ തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടുക. ഈ പെസഹ തിരുനാളിൽ പങ്കെടുക്കാനാണ് തിരുക്കുടുംബം ദേവാലയത്തിൽ എത്തിച്ചേരുന്നതും. രണ്ടാമത്തേത് പെന്തക്കുസ്ത തിരുനാളാണ്. മൂന്നാമത്തേത് കൂടാര തിരുനാളാണ്. ഈ 3 തിരുനാളുകൾ നിർബന്ധമായും യഹൂദർ പങ്കെടുക്കണം എന്നുള്ള ഒരു നിഷ്കർഷ അവിടെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഏതായാലും ജെറുസലമിലേക്ക്, ദേവാലയത്തിലേക്ക് തീർത്ഥാടനത്തിനായി യഹൂദജനം പോയിരുന്നത് പ്രധാനമായും സമൂഹങ്ങളായി അല്ലെങ്കിൽ കൂട്ടം കൂട്ടമായി സംഘമായിട്ടാണ് അവർ പോയിരുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് അവർ സങ്കീർത്തനങ്ങളൊക്കെ ആലപിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗാനങ്ങളൊക്കെ ആലപിച്ചിരുന്നു, പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിരുന്നു, കീർത്തനങ്ങളൊക്കെ പാടിയിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആചാര അനുഷ്ഠാനങ്ങൾ സാമൂഹിക മാനങ്ങളാണ് എന്നൊരു വലിയ സത്യമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. അതായത് ഭക്തിയുടെ, ആധ്യാത്മികതയുടെ ഒരു സാമൂഹിക മാനമാണ് ആചാര അനുഷ്ഠാനങ്ങളിലൂടെ പ്രകടമാക്കപ്പെടുക. മനുഷ്യര് ആരും ഒറ്റപ്പെട്ട തിരുത്തുകളല്ല എന്നും സമൂഹമായി ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹിക മാനമുണ്ട് എന്നുള്ളൊരു ആശയം ഇതാ തിരുക്കുടുംബത്തിൻ്റെ തീർത്ഥാടനത്തിലൂടെ അവർ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. നമ്മൾ ആരും ഒറ്റപ്പെട്ട തുരുത്തുകളല്ല. നേരെ മറിച്ച് നമ്മുടെ ജീവിതം സമൂഹമായി മുന്നോട്ട് പോകേണ്ടതാണ്. പരസ്പരം സഹായിച്ചും പരസ്പരം ആശ്രയിച്ചും പരസ്പരം സമ്മാനിച്ചും പരസ്പരം സഹായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈമാറിയും പരസ്പരം പ്രാർത്ഥിച്ചും കൂട്ടായ്മയിൽ ശക്തി പ്രാപിച്ചു വരേണ്ട ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നുള്ള ആശയം വിശുദ്ധ ഗ്രന്ഥം ഈ തിരുവചന ഭാഗങ്ങളിലൂടെയൊക്കെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ വെച്ച് നടക്കുന്ന കാര്യം എന്താ? യേശുവിൻ്റെ 12ാം വയസ്സിലാണ് പതിവനുസരിച്ച് മാതാപിതാക്കളായ ജോസഫും
മറിയവും ആ ജോസഫിനോടും മറിയത്തോടും ഒപ്പം ഈശോ ഇതാ ദേവാലയത്തിൽ തീർത്ഥാടനത്തിനായി എത്തിച്ചേരുന്നു. 12-ാം വയസ്സ് എന്നുള്ളത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രായമായി കണക്കാക്കപ്പെടുന്നു. എന്താണ് 12-ാം വയസ്സിൻ്റെ പ്രത്യേകത? 12 വയസ്സുവരെ യഹൂദ മതത്തിൽപ്പെടുന്ന ഏതൊരു വ്യക്തിയും 12 വയസ്സുവരെ ശിശുക്കളായിട്ടാണ്, യഹൂദ ബാലന്മാരൊക്കെ ശിശുക്കളായിട്ടാണ് കണക്കാക്കപ്പെടുക. എന്നാൽ 12 വയസ്സ് മുതൽ അവർ പ്രത്യേക അവകാശങ്ങൾക്ക് അർഹരായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, 12 വയസ്സുവരെ നിയമഗ്രന്ഥങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് യഹൂദ ബാലന്മാർക്ക് ഉള്ളത്. അപ്പോൾ സിനഗോഗിനോട് ചേർന്നുള്ള പ്രത്യേക വിദ്യാലയങ്ങളിലൊക്കെ പോയി നിയമഗ്രന്ഥങ്ങൾ വായിക്കാനും മനപാഠമാക്കാനുമുള്ള അവസരങ്ങൾ ഈ യഹൂദ ബാലന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 12 വയസ്സുവരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് 12-ാം വയസ്സ് മുതൽ പ്രത്യേക അവകാശങ്ങൾക്ക് യഹൂദ ബാലൻ അല്ലെങ്കിൽ 12 വയസ്സ് തുടർന്ന് അങ്ങോട്ട് ഒരു യഹൂദ യുവാവായി അംഗീകരിക്കപ്പെടുന്ന ആ സമയം മുതൽ ഒത്തിരി അവകാശങ്ങൾക്കൊക്കെ അവർ അർഹരാക്കപ്പെടുകയാണ്. ഏതായാലും 12-ാം വയസ്സ് മഹത് വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ നിർണായകമാണ് എന്നൊരു വിശ്വാസം യഹൂദർക്കിടയിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, മോശയ്ക്ക് 12-ാം വയസ്സിൽ ലഭിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങളെക്കുറിച്ച് ഫിലോയുടെ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ സാമുവേലിൻ്റെ 12-ാം വയസ്സിൽ സംഭവിച്ച അത്ഭുതങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ ജോസേഫൂസ് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ശൈശവത്തിൽ തന്നെ നിർവഹിക്കാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിർവഹിക്കാനിരിക്കുന്ന വലിയ ദൗത്യങ്ങളെക്കുറിച്ച് 12-ാം വയസ്സിൽ മഹത് വ്യക്തികൾക്ക് ബോധ്യമുണ്ടാകുന്നു എന്നുള്ള ഒരു ചിന്ത വളരെ ശക്തമായി യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച്, തങ്ങളുടെ വിളിയെക്കുറിച്ച്, തങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള ധാരണ, അവബോധം ഇത്തരം വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ാം വയസ്സിൽ തന്നെ ഈശോയ്ക്ക് തൻ്റെ ഭാവി ജീവിതത്തിൽ താൻ നിർവഹിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, തൻ്റെ ദൗത്യം, തൻ്റെ ജീവിത നിയോഗം ഇതിനെക്കുറിച്ച് വ്യക്തമായ അവബോധവും വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ് ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഏതായാലും പ്രിയപ്പെട്ടവരെ, ബാലനായ ഈശോ 12-ാം വയസ്സിൽ ബാലനായി അംഗീകരിക്കപ്പെടുന്ന, 12 വയസ്സ് വരെ ബാലനായിട്ടാണ് അംഗീകരിക്കപ്പെടുക, ശിശുവായിട്ടാണ് അംഗീകരിക്കപ്പെടുക. ഇത് 12-ാം വയസ്സിൽ ഈശോ നഷ്ടപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ, എന്തുകൊണ്ടായിരിക്കാം മാതാപിതാക്കൾക്ക് ഈശോയെ നഷ്ടപ്പെട്ടു പോയത്? അത് അവരുടെ അശ്രദ്ധ കൊണ്ടാണോ അതോ മറ്റു വല്ല കാരണങ്ങൾ കൊണ്ടാണോ? ഏതായാലും ഈശോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം വായിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ ഇതാണ്. 12-ാം വയസ്സ് വരെ ബാലനായി അംഗീകരിക്കപ്പെടുന്ന ഒരു യഹൂദ വ്യക്തിക്ക് ഒന്നുകിൽ അപ്പൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ യാത്രാ സംഘത്തിൽ ചേരാൻ സാധിക്കും. പുരുഷനും സ്ത്രീയുമായി അംഗീകരിക്കപ്പെടുന്ന വ്യക്തികൾ വ്യത്യസ്ത രീതിയിൽ, അതായത് പുരുഷന്മാരുടെ ഒരു സംഘം, സ്ത്രീകളുടെ സംഘം, ദേവാലയത്തിനകത്താകട്ടെ ദേവാലയത്തിൻ്റെ പരിസരത്താകട്ടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുമിച്ചല്ല, നേരെ മറിച്ച് പുരുഷന്മാരും സ്ത്രീകളും വെവ്വേറെ ആയിട്ടാണ് യാത്ര ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ 12-ാം വയസ്സ് വരെ ശിശുവായി ബാലനായിട്ടൊക്കെ കണക്കാക്കപ്പെടുന്നത് കൊണ്ട് ഒന്നുകിൽ അമ്മയോടൊപ്പം അല്ലെങ്കിൽ അപ്പനോടൊപ്പം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ശിശുക്കൾക്ക് അല്ലെങ്കിൽ ബാലന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജോസഫിൻ്റെ കൂടെ ഉണ്ടാകി കാണുമെന്ന് മറിയം കരുതി കാണും, മറിയത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ജോസഫും കരുതി കാണും. ഇതായിരിക്കും വളരെ യാദൃശ്ചികമായ വിധത്തിൽ ഇങ്ങനെ ഒരു കാണാതാകൽ സംഭവിച്ചത്. ഏതായാലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങേയറ്റം ദുഃഖവും വേദനയും നൊമ്പരവും ഉത്കണ്ഠയും ആകുലതയും ഒക്കെയാണ് ഇത് അവരുടെ ജീവിതത്തിൽ സമ്മാനിക്കുക. പ്രിയപ്പെട്ടവരെ, യാദൃശ്ചികമായോ അല്ലെങ്കിൽ അബദ്ധത്താലോ സംഭവിച്ച ഈ കാണാതാകൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം കരുതിക്കൂട്ടി തന്നെ സംഭവിച്ച ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അബദ്ധമാ എന്ന് നമ്മൾ കരുതുന്ന ചില സംഭവിക്കപ്പെടലുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ പലപ്പോഴും അതിൻ്റെ പുറകിൽ ഒരു ദൈവ പദ്ധതിയുടെ കരമുണ്ടാകാം. വളഞ്ഞ വരകളിലൂടെ നേരെഴുത്ത് നടത്തുന്ന ദൈവത്തെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക.
ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും കാര്യത്തിൽ ഒരു അബദ്ധം സംഭവിച്ചതുപോലെ നമുക്ക് കാണാം. എന്നാൽ ഈശോയുടെ കാര്യത്തിൽ ഈശോ ഈ സംഭവത്തിന് വ്യക്തമായ ഒരു ധാരണ ഈശോയ്ക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെന്ന് ന്യായമായി നമുക്ക് അനുമാനിക്കാം. എന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന അബദ്ധമെന്ന് നമ്മൾ കണക്കാക്കുന്ന, നമ്മൾ വിചാരിക്കുന്ന പലതിൻ്റെയും പുറകിൽ ഒരുപക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു കരമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് കരുതി അബദ്ധങ്ങൾ ആവർത്തിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ചിലപ്പോഴൊക്കെ അബദ്ധമെന്ന് നമ്മൾ കരുതുന്ന പലതിൻ്റെയും പുറകിൽ ദൈവ പദ്ധതിയുടെ സംരക്ഷണ കരം അല്ലെങ്കിൽ ദൈവ പദ്ധതിയുടെ ഒരു കരം ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്ക് കാണാം. വളഞ്ഞ വഴിയിലൂടെയും അല്ലെങ്കിൽ വളഞ്ഞ വരകളിലൂടെയും നേരെടുത്ത് നടത്തുന്ന ദൈവത്തെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരുപാട് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഏതായാലും മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഓടുന്നത് ദേവാലയത്തിലേക്കാണ്. ഇത് വലിയ ശക്തമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് സമ്മാനിക്കുകയാണ്. മകൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തേടിപ്പിടിക്കാൻ ഓടേണ്ടത് ദേവാലയത്തിലേക്കാണ് എന്ന ചിന്ത. പക്ഷെ ദേവാലയത്തിലേക്ക് ഓടാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കണമെങ്കിൽ ദേവാലയത്തിൽ തന്നെ മകൻ ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകണം. അങ്ങനെ ഒരു ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകണമെങ്കിൽ മകളെ കുഞ്ഞുനാൾ മുതൽ തന്നെ ദേവാലയത്തോടും ബലിപീഠത്തോടും തിരുസക്രാരിയോടും ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതശൈലിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കൾക്ക് പറ്റണം. പ്രിയ മാതാപിതാക്കളെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ മകനെ തിരഞ്ഞ് മകളെ തിരഞ്ഞ് ഞാൻ എവിടേക്കാണ് ഓടേണ്ടത്? ദേവാലയത്തിലേക്ക് ഓടാനുള്ള ഒരു ബോധ്യം നമുക്കുണ്ടോ? അങ്ങനെ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ദേവാലയത്തിലെ അവൾ കാണുകയുള്ളൂ എന്ന വിധത്തിലൊരു ബോധ്യം നമുക്കുണ്ടാകണമെങ്കിൽ കുഞ്ഞുനാൾ മുതൽ തന്നെ ബലിപീഠത്തോടും ദേവാലയത്തോടും തിരുസക്രാരിയോടും ചേർത്ത് കെട്ടപ്പെട്ട ഒരു ജീവിതശൈലി പഠിപ്പിച്ചു കൊടുക്കാൻ, പരിശീലിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു അവബോധത്തിൽ നിന്നുകൊണ്ട് തേടിപ്പോകാനായി, അന്വേഷിച്ചിറങ്ങാനായി സാധിക്കുകയുള്ളൂ. ഒരു പെരുന്നാൾ ദിവസം സമയം വൈകിയിട്ടും വീട്ടിൽ മകൻ എത്തിയില്ല എന്ന് കരുതുക. ഉദാഹരണത്തിന് 10 മണിക്കായിരുന്നു തിരുനാളിൻ്റെ അന്ന്. ഇപ്പോൾ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ നടക്കുന്നു, 50 തിരുനാൾ നടക്കുന്നു. 9:30-ക്കോ 10 മണിക്കോ വിശുദ്ധ കുർബാന. 11:30-യോടുകൂടെ കുർബാന കഴിഞ്ഞു. 12 മണിക്കുള്ളിൽ വീട്ടിലെത്താവുന്ന ദൂരമേ ഉള്ളൂ. 12 മണി കഴിഞ്ഞു, 12:15 കഴിഞ്ഞു, 12:30 1 മണിയായി, 2 മണിയായി. ദേവാലയത്തിൽ പോയ മകനെ അല്ലെങ്കിൽ മകളെ കാണാനില്ല. സ്വാഭാവികമായും ആദിയായി വ്യാധിയായി അന്വേഷിച്ചിറങ്ങുന്നത് എങ്ങോട്ടാണ്? എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ദേവാലയത്തിനകത്ത് തന്നെ പ്രാർത്ഥനാ നിരതനായി ഉണ്ടാകുമെന്ന ബോധ്യത്തിൽ ഇറങ്ങിത്തിരിക്കാൻ ബോധ്യമുള്ള എത്ര മാതാപിതാക്കളുണ്ട്? മാതാപിതാക്കൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവളെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒരുപക്ഷെ പെട്ടിക്കടക്കാരുടെ അടുത്താണോ, അല്ലെങ്കിൽ ഐസ് ഫ്രൂട്ട് വിൽക്കുന്ന സ്ഥലത്താണോ, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന സ്ഥലത്താണോ, അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വീട്ടിലാണോ, അതുമല്ലെങ്കിൽ സിനിമാ ടാക്കീസിലാണോ? അങ്ങനെ വല്ല ഇടങ്ങളിലും ആയിരിക്കുമോ നമ്മൾ ആദ്യം മക്കളെ തിരഞ്ഞു ഓടുന്നത്? മക്കളുടെ സ്വഭാവ പ്രത്യേകത അനുസരിച്ച് എവിടെ ഉണ്ടാകുമെന്ന് ഊഹിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. ആ ഊഹം മിക്കവാറും തെറ്റാറുമില്ല. മക്കളുടെ സ്വഭാവം അനുസരിച്ച് ഇന്ന സ്ഥലത്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും അവിടെ ഉണ്ടാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഊഹം അനുസരിച്ച് ദേവാലയത്തിൽ തന്നെ എൻ്റെ മകളുണ്ടാകുമെന്ന് ഊഹിക്കാൻ മാത്രം ഒരു പരിശീലനം കൊടുത്തു വളർത്താൻ, മക്കൾക്ക് അങ്ങനെ ഒരു പരിശീലനം കൊടുത്തു വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ മാതാപിതാക്കളും ഹൃദയത്തിൽ കൈവച്ച് ധ്യാനിച്ചു നോക്കേണ്ട, പ്രാർത്ഥിച്ചു നോക്കേണ്ട ഒരു വിഷയമാണ്. ഔസേപിതാവിനും മാതാവിനും ബാലനായ മകനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംശയമേതുമില്ലാതെ ഇതാ ദേവാലയത്തിലേക്ക് ഓടുന്ന കാഴ്ച. അങ്ങനെ ഓടിച്ചെന്ന് ദേവാലയത്തിൽ തന്നെ കണ്ടെത്തുന്ന കാഴ്ചയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. പ്രിയ ദൈവമക്കളെ, സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ, സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവർ എങ്ങോട്ട് പോയാലും കറങ്ങിത്തിരിഞ്ഞ് ദേവാലയത്തിൽ തന്നെ, ദൈവത്തിങ്കിൽ തന്നെ, തിരുസക്രാരിക്ക് ചുവട്ടിൽ തന്നെ, ബലിപീഠത്തിനരികിൽ തന്നെ എത്തുമെന്ന ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ പറ്റണമെങ്കിൽ അത്തരമൊരു പരിശീലനം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ തന്നെ, അല്ല, ഗർഭപാത്രത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ തന്നെ മക്കൾക്ക് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾക്ക് സാധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടെ ഇതാ നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. മാതാപിതാക്കളുടെ പതിവുകൾ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിന് എന്തുമാത്രം ശക്തമായ ഘടകമാകുന്നുവെന്നുള്ള
കാര്യം നമുക്ക് ഈ വചനഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്ത് പ്രത്യേകം പറയുന്നു, പതിവ് പോലെ മകനെ ദേവാലയത്തിൽ കൊണ്ടുപോയ മാതാപിതാക്കളെ കുറിച്ച്. പതിവ് പോലെ മാതാപിതാക്കളുടെ പതിവുകൾ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ നിർണായകമായൊരു ഘടകമായി മാറുന്നു. എന്നും അതിരാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ബലിയിൽ പങ്കുചേരാൻ വേണ്ടി ദേവാലയത്തിലേക്ക് പോകുന്ന ഒരു അപ്പനെയും അമ്മയെയും കണ്ടുവളരുന്ന മക്കൾ സ്വാഭാവികമായും അതേ പാത പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. എന്നും സ്വന്തം ഭവനത്തിൽ കൃത്യമായ ഒരു സമയത്ത്, സന്ധ്യാസമയങ്ങളിൽ കൃത്യമായ ഒരു നേരം കണ്ടെത്തി സന്ധ്യാപ്രാർത്ഥനയ്ക്കായി എന്തെല്ലാം തിരക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് കൂടുകയും മുട്ടുകുത്തി തീക്ഷ്ണതയോടെ ആദ്യാവസാനം സന്ധ്യാപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അത്തരം അപ്പനെയും അമ്മയെയും കണ്ടുവളരുന്ന മക്കൾ മാതാപിതാക്കളുടെ ഈ പതിവുകൾ, ഈ ശീലങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ എല്ലാ തരത്തിലും സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ തെറ്റായ പതിവുകളും തെറ്റായ ശീലങ്ങളുമാണ് മാതാപിതാക്കൾക്കുള്ളത് എങ്കിൽ അതുപോലെ തന്നെ മക്കളിലേക്ക് വളരെ വേഗത്തിൽ പകർന്നു കിട്ടുമെന്നുള്ളതും വളരെ സ്വാഭാവികം. എല്ലാ ദിവസവും മണിക്കൂറുകൾ ടി വിയുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു അമ്മയാണ് എങ്കിൽ, എല്ലാ ദിവസവും മണിക്കൂറുകൾ സീരിയൽ പെട്ടിയുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു അപ്പനോ അമ്മയോ ആണ് മക്കൾക്കുള്ളത് എങ്കിൽ സ്വാഭാവികമായും ഇതേ ശീലം മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിന്നീട് മക്കളോട് മാതാപിതാക്കൾ ടി വി കണ്ടിരുന്നിട്ട് മക്കളോട് പഠിക്കാൻ പറഞ്ഞാൽ മക്കൾക്ക് എങ്ങനെ ആ സമയത്ത് പോയിരുന്ന് പഠിക്കാൻ സാധിക്കും? ഇനി അത്തരമൊരു ശീലത്തിൽ വളർന്നു വന്ന മക്കളാണെങ്കിൽ പരീക്ഷ വരുമ്പോൾ പോലും മാതാപിതാക്കൾ ടി വി ഓഫ് ചെയ്ത് മക്കളെ സഹായിക്കാൻ തയ്യാറായാൽ പോലും മക്കൾക്ക് ആ സമയം ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത വിധം ഇതിനോട് ഒരു താല്പര്യം, ഇതിനോടൊരു അഡിക്ഷൻ വന്നു കഴിഞ്ഞ സ്ഥിതിവിശേഷമായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് പറ്റും? മാതാപിതാക്കളുടെ പതിവുകൾ, മാതാപിതാക്കളുടെ ശീലങ്ങൾ മക്കളിലേക്ക് വളരെ ശക്തമായ വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ്. ഏതായാലും പതിവ് പോലെ പെസഹാ തിരുനാളിനോ അല്ലെങ്കിൽ മറ്റു തിരുനാളുകൾ ആഘോഷിക്കുവാനോ ദേവാലയത്തിൽ പോയിരുന്ന ജോസഫും മറിയവും മകന് ഒരു നല്ല മാതൃക നൽകിയ കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. 3-ാം ദിനം ദേവാലയത്തിൽ അവനെ കണ്ടെത്തി. നഷ്ടപ്പെട്ടു പോയ ആ 3 ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ദുഃഖത്തിൻ്റെ, സങ്കടത്തിൻ്റെ 3 ദിവസങ്ങളായിരുന്നു. നമുക്കറിയാം, ഈ 3-ാം ദിനം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു സവിശേഷതയുണ്ട്. ഈശോ മരണമടഞ്ഞ് 3-ാം ദിനത്തിലാണ് ഉത്ഥാനം ചെയ്തത്. അപ്പോൾ മരണമടഞ്ഞ് ഉത്ഥാനം ചെയ്യുന്ന ആ 3-ാം ദിനത്തോട് ഈശോയെ കണ്ടെത്തുന്ന 3-ാം ദിനത്തെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ 2-3 കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്നാമത്, ഈശോ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് മാതാവിനും ഔസേപ്പിതാവിനും ഉണ്ടായ ദുഃഖം, കാൽവരിയിലെ കുരിശിൽ ഈശോ മരിച്ച സമയത്ത് അമ്മയുടെ ഹൃദയത്തിനേറ്റ മുറിവ് അല്ലെങ്കിൽ വേദന, സങ്കടം എന്തുമാത്രമായിരുന്നോ അത്രത്തോളം വലിയ സങ്കടവും ദുഃഖവുമായിരുന്നു ഈശോ നഷ്ടപ്പെട്ടു പോയ സമയത്ത് മാതാവിനും ഔസേപ്പിതാവിനും ഉണ്ടാകുന്നത്. ആ 3-ാം ദിനം വരെ, ഈശോയെ കണ്ടെത്തുന്ന ദിനം വരെ മാതാവും ഔസേപ്പിതാവും അനുഭവിച്ച ഉത്കണ്ഠയും ആകുലതയും വേദനയും സങ്കടവും നൊമ്പരവും യഥാർത്ഥത്തിൽ ഈശോ മരിച്ച് ഉദ്ധാനം ചെയ്യുന്ന സമയം വരെ മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടത്തിൻ്റെ ആഴം എത്രയായിരുന്നുവോ അത്രത്തോളമായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഈശോയെ കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം അത് എത്രത്തോളമാണ്? ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കാണുമ്പോഴുണ്ടാകുന്ന ആനന്ദം എത്രത്തോളമാണോ അത്രത്തോളം വലിയ ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കുണ്ടാകേണ്ടതും ഇതുപോലെ ഒരു ദുഃഖമാണ്, ഇതുപോലൊരു ആഴത്തിലുള്ള ദുഃഖമാണ്. ഈശോയെ വീണ്ടും ജീവിതത്തിൽ കണ്ടുമുട്ടി കഴിയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആനന്ദം, ആഹ്ലാദം ഇതുപോലെ ഒരു ആനന്ദമാണ്. അതായത് ഉത്ഥാനം ചെയ്ത ഈശോയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം എത്രയോ അതുപോലത്തെ ഒരു ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ ക്രിസ്തു നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയെ കണ്ടെത്താൻ കുമ്പസാരത്തിലൂടെ, കുർബാനയിലൂടെ, കൂദാശ സ്വീകരണത്തിലൂടെ, പ്രാർത്ഥന അനുഭവത്തിലൂടെ, വചനപാരായണത്തിലൂടെ, വചനശ്രവണത്തിലൂടെ ഈശോയെ ജീവിതത്തിൽ വീണ്ടും കണ്ടെത്താനും ഈ ആഹ്ലാദത്തിലേക്ക്, ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നല്ലവനായ ക്രിസ്തു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.